Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا. اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا فاقض ما أنت قاض إنما تقضي هذه الحياة الدنيا. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് മത്സരിക്കാൻ ഫിർഔൻ ജാലവിദ്യക്കാരെ വിളിച്ചുകൂട്ടിയ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ജാലവിദ്യക്കാർ ഫിർഔനിനോട് നടത്തിയ രണ്ട് സംസാരങ്ങൾ, ഒന്ന്, അവരെ ഈ മത്സരത്തിന് കൊണ്ടുവന്ന സമയത്താണ് അവർ ഫിർഔനിനോട് പറയുകയാണ്, വജാഅ അസ്സഹറതു ഫിർഔൻ ഖാലു ഇന്ന ലനാ ലഅജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ. ഞങ്ങളാണ് അതിജയിക്കുന്നതെങ്കിൽ, ഈ മത്സരത്തിൽ ഞങ്ങളാണ്
വിജയിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് അതിനൊത്ത പ്രതിഫലമുണ്ടാകുമെന്നത് ഉറപ്പു തന്നെയല്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതിന് ഫിർഔൻ കൊടുത്ത മറുപടി ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല നഅം വ ഇന്നകും ലമിനൽ മുഖറബീൻ. ഖാല ഫിർഔൻ പറഞ്ഞു, നഅം, അതെ, വ ഇന്നകും ലമിനൽ മുഖറബീൻ, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും. എൻ്റെ അടുത്ത് ഏറ്റവും നല്ല സ്ഥാനവും പരിഗണനയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഫിർഔൻ അവർക്ക് കൊടുത്ത മറുപടിയാണ്. ശേഷം ചരിത്രം നമുക്കറിയാം. മത്സരം നടക്കുകയും മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വിജയിക്കുകയും ഫിർഔൻ കൊണ്ടുവന്ന ജാലവിദ്യക്കാർ വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിച്ച് അള്ളാഹുവിനായി സുജൂദിൽ വീഴുകയും ചെയ്ത സന്ദർഭം. ആ സന്ദർഭത്തിൽ ഫിർഔൻ അവരോട് ചോദിക്കുകയാണ്, ഞാനാണ് നിങ്ങളെ കൊണ്ടുവന്നത്, എന്റെ അനുമതിയും എന്റെ അംഗീകാരവും ലഭിക്കുന്നതിന്റെ മുൻപ് നിങ്ങൾ അവനിൽ അങ്ങ് വിശ്വസിച്ച് കളയുകയാണോ? തീർച്ചയായും നിങ്ങളുടെ കൈകാലുകളെ വിപരീതമായി ഛേദിച്ചുകൊണ്ട് ഈത്തപ്പനത്തടികളിൽ നിങ്ങളെ ഞാൻ ക്രൂശിക്കുക തന്നെ ചെയ്യും എന്ന് ഫിർഔൻ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ആ ഭീഷണിയോട് അവർ പ്രതികരിച്ച പ്രതികരണമാണ് സൂറത്ത് ത്വാഹയിലെ 72-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആ വിശ്വാസികളായ ആ സംഘം ആളുകൾ ഫിർഔനിനോട് പറയാണ്, ഖാലൂ ലൻ നുഅ്സിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ. ഖാല അവർ പറഞ്ഞു, ലൻ നുഅ്സിറക, നിനക്ക് ഞങ്ങൾ ഒരു പരിഗണനയും ഒരു സ്ഥാനവും ഞങ്ങൾ നൽകുന്നില്ല. എന്തിനേക്കാൾ? അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ, ഞങ്ങൾക്ക് വന്നു കിട്ടിയ ഈ സത്യം സ്വീകരിക്കുന്നതിനേക്കാളും ഞങ്ങളെ പടച്ചുണ്ടാക്കിയ, ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളുടെ റബ്ബിനേക്കാളും നിനക്ക് ഒരു പരിഗണനയും ഒരു സ്ഥാനവും മഹത്വവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. എന്നിട്ട് അവർ പറയാണ്, ഫഖ്ദി മാ അൻത ഖാദ് ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ. അതുകൊണ്ട് നീ എന്താണോ വിധിക്കുന്നത് അത് നീ വിധിച്ചേക്കുക, നിനക്ക് ഈ ദുനിയാവിൽ മാത്രമേ വിധി നടപ്പാക്കാൻ കഴിയുള്ളൂ. സഹോദരങ്ങൾ, ഇത് ആരോടാ അവർ പറയുന്നത്? അന്ന് ആ നാടിന്റെ അധികാരമുള്ള തന്റെ സർവായുധ സജ്ജരായ പട്ടാളം കൂടെയുള്ള ധിക്കാരിയായ ഒരു ഭരണാധികാരിയോട് അവർ പറയാണ്, നീ എന്താച്ചെങ്കിൽ വിധിച്ചോ, നിനക്ക് ഈ ദുനിയാവിലല്ലേ വിധിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം പറഞ്ഞ അവരുടെ ആഗ്രഹം, ഞങ്ങൾക്ക് എന്താ കിട്ടുക എന്നവർ ചോദിച്ചല്ലോ. ആ ആഗ്രഹം പറഞ്ഞ മനുഷ്യരെ രണ്ടാമത് പ്രഖ്യാപിച്ച ഈ നിലപാട് പ്രഖ്യാപിക്കുന്നവരാക്കി മാറ്റിയെടുത്ത കാര്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. തീർച്ചയായും അത് സത്യം അവർക്ക് ബോധ്യപ്പെട്ടു എന്നത് തന്നെയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച എല്ലാവർക്കും ഉണ്ടായത് സത്യത്തെക്കുറിച്ചുള്ള ഈ ബോധ്യമാണ്. നമ്മളൊരു പുതിയ ഹിജറ വർഷത്തിലാണുള്ളത്. നമുക്കറിയാം, സ്വഹാബത്ത് ഇസ്ലാമിക കലണ്ടറിനെ തയ്യാറാക്കുന്ന സമയത്ത് എവിടെ നിന്ന് എണ്ണിത്തുടങ്ങണം എന്നതിൽ അവർ പരിഗണിച്ചത് ഹിജറയെയാണ്. അത്രമേൽ ത്യാഗമാണ് ഹിജറ എന്നത്. എന്താണ് ആ ഹിജറക്കുള്ള പ്രേരണ? ഈ സത്യം ബോധ്യപ്പെട്ടു എന്നത് തന്നെയാണ്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്താൽ അദ്ദേഹം ഹിജറ പോകേണ്ടി വരും എന്നറിയുന്നത് അദ്ദേഹത്തിന് ഹിജറക്കുള്ള അനുവാദം ലഭിക്കുന്ന സമയത്തല്ല. ഞാൻ ഹിജറ പോകേണ്ടി വരും എന്ന് അദ്ദേഹം അറിയുന്നത് അദ്ദേഹം ഹിജറ പോണ സമയത്തല്ല, മറിച്ച് വഹിയ കിട്ടിയിട്ട് ആദ്യം അദ്ദേഹം അറിഞ്ഞ വിഷയം ഈ നാട്ടിൽ നിന്ന് ഹിജറ പോകേണ്ടി വരുമെന്നാണ്.
വഹയ കെട്ടി പേടിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഓടിയെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവി കൂട്ടിക്കൊണ്ടുപോയത് വറക്കത്ത് ബിൻ നൗഫൽ എന്ന മുൻവേദങ്ങളെ പഠിച്ചു മനസ്സിലാക്കിയ പണ്ഡിതന്റെ അടുത്തേക്കാണ്. അവര് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബവും കൂടിയാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ, ഇത് മറ്റു പ്രവാചകന്മാരുടെ അടുത്തൊക്കെ വന്ന ആ മലക്കാവാനാണ് സാധ്യത, നിങ്ങളെ അള്ളാഹു പ്രവാചകനാക്കി നിശ്ചയിച്ചതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, ലൈതനി അകൂനു ഹയ്യൻ ഇത് യുഖ്രിജുക ഖൗമുക, തീർച്ചയായും താങ്കളെ താങ്കളുടെ ജനത പുറത്താക്കുക തന്നെ ചെയ്യും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ മുഖരിജിയഹും, എന്നെ അല്ലമീൻ എന്ന് വിളിക്കുന്ന, എന്നെ എത്രയധികം സ്നേഹിക്കുന്ന എന്റെ ജനതയും എന്റെ ആളുകളും എന്നെ പുറത്താക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? അന്ന് വറക്കത്ത് ബിൻ നൗഫൽ മുൻകഴിഞ്ഞ വേദങ്ങളിൽ നിന്ന് പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ച് അദ്ദേഹം പറഞ്ഞത്, ഖാല നഅം, അതെ, ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഉദിയ, താങ്കൾ കൊണ്ടുവന്ന ഈ സത്യവുമായി ലോക ചരിത്രത്തിൽ ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അവരെല്ലാം ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുകയും അവരോടെല്ലാം ശത്രുത കാണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളെയും പുറത്താക്കും. ഇത് വഹയ കിട്ടിയ അന്ന് അറിഞ്ഞതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് 13 കൊല്ലം മക്കയിൽ പ്രബോധകനായി ജീവിച്ചത്. ഈ പുറത്താക്കലിനെ പ്രതീക്ഷിച്ചാണ് റസൂല് ജീവിച്ചത്. ആ പുറത്താക്കലാണ് ഹിജ്റ. റസൂല് സത്യം പറയാൻ മറന്നോ? ഇല്ല. ആ സത്യം പറയുന്നതിൽ എന്തെങ്കിലും വെള്ളം ചേർത്ത് തൽക്കാലം ഒപ്പിച്ചു പറഞ്ഞോ? ഇല്ല എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഇനി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ എടുത്ത് നോക്കിയാൽ ഓരോരുത്തരും തങ്ങളാൽ ആകുന്ന പങ്ക് ആ ഹിജ്റയിൽ നിർവഹിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം ഹിജ്റക്ക് പുറപ്പെടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അലാ റിസ്ലിക് ഫഇന്നി അർജു അൻ യുഅ്ദന ലി, അബൂബക്കറെ താങ്കൾ കുറച്ചേരം എന്നെ കാത്തു നിൽക്കൂ, എനിക്കും ഹിജ്റക്കുള്ള അനുവാദം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാത്തുനിന്നു. 4 മാസം അദ്ദേഹത്തിന് വേണ്ടി കാത്തുനിന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. എന്നിട്ട് അനുവാദം കിട്ടിയപ്പോ സാധാരണ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് സന്ദർശിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഉച്ചക്കാണ് ചെല്ലുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിച്ചു, അദ്ദേഹം പോകാൻ തയ്യാറായി. ആയിഷ റളിയല്ലാഹു അൻഹയും ഹസ്മാ റളിയല്ലാഹു അൻഹയും അവർക്കുള്ള ഭക്ഷണം ഒരുക്കി കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു രാവിലെ മക്കത്തുണ്ടാകും, വൈകുന്നേരം സൗർ ഗുഹയിൽ പോകും, മക്കയിലെ വിവരങ്ങൾ അറിയിക്കും. പിറ്റേന്ന് രാവിലെ വീണ്ടും മക്കത്ത് എത്തും, അവിടുന്ന് എങ്ങോട്ടും പോയിട്ടില്ല എന്ന വിധത്തിൽ. അസ്മാ റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊടുക്കുമ്പോ അത് കെട്ടി ഭദ്രമാക്കി കൊടുക്കാൻ ഒരു കയറു കിട്ടാതെ വന്നപ്പോ അരപ്പട്ടയെടുത്ത് കീറി ആ ഭക്ഷണപാത്രത്തെ കെട്ടിക്കൊടുത്തു. ചരിത്രത്തിൽ നമ്മൾ വായിക്കാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മൗല ആമിർ ഇബ്നു ഫുഹൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു പോകുന്ന വഴിയിലൂടെ ആടിനെ മേച്ച് അവരുടെ കാൽപ്പാടുകളെ മായ്ക്കാൻ ശ്രമിച്ചു. ചരിത്രം നമ്മൾ വായിക്കാൻ. സഹോദരങ്ങൾ, അതൊക്കെ ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ്. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം ആ കട്ടിലിൽ കയറി കിടന്നു. അതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. എന്തിനാണ് എങ്ങനെയാണ് അവർക്ക് ഇതിന് കഴിയുന്നത്? എങ്ങനെയാണ് അവർക്ക് ഈ അധ്വാനങ്ങൾക്ക് ഈ ചരിത്രം സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചത്? എങ്ങനെയാണ്? വീട്ടിലെ മക്കളെ, ഭാര്യയെ, കുടുംബത്തെ ഓർക്കാതെ റസൂല് വന്ന് വിളിച്ചപ്പോ പോകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു തയ്യാറായത് എന്തുകൊണ്ടാണ്? സങ്കടമില്ലാതെ റസൂലിന്റെ കൂടെ പിതാവിനെ പറഞ്ഞയക്കാൻ മക്കൾ ഒരുങ്ങിയത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ഒരു ചെറുപ്പക്കാരൻ രാവിലെ മക്കയിലെത്തി വൈകുന്നേരം സൗർ ഗുഹയിലേക്ക് ഓടി 3-4 ദിവസത്തെ യാത്ര നടത്തിയത് എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞ മൂസാ നബിയോട് മത്സരിക്കാൻ വന്ന മനുഷ്യർക്കുണ്ടായ സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഇവർക്കുണ്ടായി എന്നതാണ്. സഹോദരങ്ങൾ, എന്തൊക്കെയാണ് അവർക്ക് ബോധ്യമായത്? ഒന്ന് തൗഹീദാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദ് സത്യമാണെന്നവർക്ക് ബോധ്യമായി. പരലോകം എന്നത് സത്യമാണ് എന്നവർക്ക് ബോധ്യമായി. അപ്രകാരം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ആദർശം അത് സത്യമാണ് എന്നവർക്ക് ബോധ്യമായത് കൊണ്ടാണ് അവർക്ക് ഈ ത്യാഗം സഹിക്കാൻ
സാധിച്ചിട്ടുള്ളത്. ഈ ചരിത്രം നമ്മൾ എപ്പോഴും കേൾക്കേണ്ടതാണ്. റമളാൻ വന്ന ബദറിന്റെ ചരിത്രം, മുഹറം വന്ന ഹിജറയുടെ ചരിത്രം, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ആ ചരിത്രം കേൾക്കുന്ന, ആവർത്തിച്ചു ചരിത്രം കേൾക്കുന്ന നമ്മളോടൊരു 3 ചോദ്യം ചോദിച്ചു നോക്കൂ. തൗഹീദിനെ സംരക്ഷിക്കാനാണ് ഈ മനുഷ്യരുടെ ഹിജറയെങ്കിൽ, അതിനാണ് അവർ ഈ ത്യാഗം സഹിച്ചതെങ്കിൽ, എന്താ നമ്മളുടെ തൗഹീദിന്റെ അവസ്ഥ? സഹോദരങ്ങളെ, ഈ മുഹറം മാസത്തിൽ ഏറ്റവും അവസാനം ഒരു സംഘം, എന്തിനും ബുർദയും പാട്ടും ബെയ്ത്തുമായി ഇറങ്ങുന്ന ഒരു സംഘം ഏറ്റവും അവസാനം പുറത്തിറക്കിയ പാട്ടിലുള്ളത് എന്താണെന്നറിയോ? യാ അലി യാ ഹുസൈൻ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ. ഈ മുഹറം മാസത്തിൽ, മുഹറം 10 നോമ്പെടുക്കേണ്ട ദിവസത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടുനേർച്ച കൊണ്ടാടുകയാണ്. എവിടെയാണ് നമ്മുടെ തൗഹീദ് ഉള്ളത്? ഹിജറ പോയത് തൗഹീദ് സംരക്ഷിക്കാൻ. പിതാവിനെ യാത്രയേക്കുമ്പോ ഭക്ഷണപാത്രം കെട്ടിക്കൊടുക്കാൻ അരപ്പട്ടയടിച്ച് കെട്ടിക്കൊടുത്തത് തൗഹീദിനെ സംരക്ഷിക്കാൻ. ആ തൗഹീദിന്റെ അനുയായികളാകേണ്ട നമ്മൾ അല്ലാഹ് അനുഗ്രഹിച്ച പവിത്രമായ മുഹറം മാസത്തിൽ യാ അലി യാ ഹുസൈൻ എന്ന് വിളിച്ച് ഷിയാക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഹിജറയുടെ പാഠം നമ്മളുടെ തൗഹീദിനെ ശുദ്ധീകരിക്കാനുള്ള പാഠമാകണം. രണ്ടാമത്തത് സഹോദരങ്ങളെ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പലതുമാണ് നൽകിയത്. നമ്മൾ എന്തു നൽകി അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എന്നത് തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. എന്താ നമ്മൾ കൊടുത്തത്? സഹോദരങ്ങളെ, ഒരു ഇബാദത്ത് കൃത്യമായി നിർവഹിക്കാൻ അല്പം സമയം കൊടുക്കാൻ, 12:45 ബാങ്ക് വിളിക്കുമ്പോൾ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ്, 2 മിനിറ്റ് മുൻപ് പള്ളിയിൽ കയറാനുള്ള 2 മിനിറ്റ് അള്ളാഹ്ക്ക് കൊടുക്കാൻ നമുക്ക് പറ്റിയോ സഹോദരങ്ങളെ? സുബഹിന്റെ മുമ്പുള്ള ഒരു 2 റക്അത്തിനുള്ള ഒരു 3-4 മിനിറ്റ്, അതിന്റെ മുമ്പൊരു 10-20 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് ഒരു 3 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കൊടുത്തോ നമ്മൾ പടച്ച റബ്ബിന്? എത്ര രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചു? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന രംഗത്ത് എന്തു ത്യാഗമുണ്ട് നമുക്ക്. നോക്കൂ നിങ്ങൾ, എത്ര സമ്പന്നമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം. ഓരോരുത്തർക്കും അവരുടെ അവസ്ഥയിൽ പഠിച്ചു മനസ്സിലാക്കാനുള്ള അനേകം അവസരങ്ങൾ. ഇൻഷാ അല്ലാഹ് വരുന്ന 21-ന് നമ്മുടെ നാട്ടിലെ പ്രൊഫഷണലുകളൊക്കെ ഒത്തുകൂടുന്ന ഒരു സംഗമം വരുന്നു. എന്തിന്? എല്ലാവരും പങ്കെടുക്കുന്ന ക്ലാസ്സിൽ, ക്യാമ്പിൽ, സമ്മേളനത്തിൽ എത്താൻ പ്രൊഫഷണലുകൾക്ക് ജോലി തിരക്ക് കൊണ്ട് സാധിക്കാറില്ല. എങ്കിൽ അവർക്ക് പറ്റുന്നൊരു സമയം, ഒരു സാന്നിധ്യം കൊടുക്കാൻ നമുക്ക് സാധിച്ചോ? മക്കൾക്ക്, മുതിർന്നവർക്ക്, കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് എന്തെല്ലാം അവസരങ്ങളുണ്ട് സഹോദരങ്ങളെ. ഉപയോഗപ്പെടുത്തിയോ നമ്മൾ? ഒരു ലഘുലേഖയെങ്കിലും ജീവിതത്തിൽ കൈമാറി അല്ലാഹുവിന്റെ ദഅവത്ത് നിർവഹിച്ച, ദീനിന്റെ ദഅവത്ത് നിർവഹിച്ചതിന്റെ അഭിമാനമുണ്ടോ നമ്മളുടെ മനസ്സിന്റെ അകത്ത്? പച്ചയായ ശിർക്ക് സമൂഹത്തിൽ നമ്മൾ കാണാൻ. ഒരാൾ മരിച്ചതിന്റെ രാവിലെ ഖബറിനൊരു രൂപം, ഉച്ചയാകുമ്പോ വീണ്ടും ആ ഖബർ ഉയർന്നു, വൈകുന്നേരമാകുമ്പോ ചുറ്റും ബാരിക്കേഡ് വന്നു, അടുത്ത ദിവസത്തെ പ്രഭാതത്തിൽ അവിടെ വെള്ള പുതച്ചു, വൈകുന്നേരമായപ്പോഴേക്ക് പച്ച പുതച്ചു. ഇന്നലെ പെട്ടി പോലും വെക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് പണം കൊണ്ടുവന്നിടാണ് ആളുകൾ. ഒരു തങ്ങൾ മരിച്ചല്ലോ കഴിഞ്ഞ ദിവസം. ഇത്രത്തോളം ശിർക്ക് വളരാൻ, രാവിലെ ഉള്ളതിനേക്കാൾ വലിയ വളർച്ച ശിർക്കിന് ഉച്ചയാകുമ്പോഴേക്ക് കാണാൻ എന്ത് ചെയ്തു സഹോദരങ്ങളെ? തൗഹീദിനെ സംരക്ഷിക്കാൻ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. മൂന്നാമത്തത്, ഇവരൊക്കെ ത്യാഗം സഹിച്ചു, ജീവൻ കൊടുത്തു, പലതും കൊടുത്തു. ഏറ്റവും ചുരുങ്ങിയത് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മനസ്സെങ്കിലും നമുക്കുണ്ടായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ കൂടെ ജീവിക്കുന്ന മറ്റുള്ളവർ അവന്റെ കയ്യിന്റെ, നാവിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോഴാണ് മുസ്ലിം ആവുക. വൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ആരാ മുഹാജിർ? പടച്ചോൻ വിരോധിച്ചത് മാറ്റിവെക്കാൻ കഴിയുന്നവൻ, അവനാണ് മുഹാജിർ. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനാകുന്നവൻ. കഴിഞ്ഞോ? ഈ ഇരിക്കുന്ന മനുഷ്യരെ, ചെറുപ്പക്കാരെ, അവര് നേടിയെടുത്ത സമ്പത്ത് അല്ലാഹു കൊടുത്തു. ചുണ്ടിലെരിയുന്ന സിഗരറ്റ് കുറ്റി എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റിയോ? പൊടിയായി, പുകയായി, പാനീയമായ ഹറാം എനിക്ക് വേണ്ട, എന്റെ അനുവദിക്കപ്പെട്ട ഇണയല്ലാതെ മറ്റൊരു ആസ്വാദനം എനിക്ക് വേണ്ട
സ്ക്രീനിലെ വൃത്തികെട്ട കാഴ്ചകൾക്ക് എന്റെ കണ്ണു ഞാൻ കൊടുക്കണ്ട. അങ്ങനെയെങ്കിലും ഒരു ത്യാഗം ചെയ്യാൻ പറ്റിയോ സഹോദരങ്ങളെ? നമുക്ക് ഒരു മാന്യതയുള്ള ഭർത്താവാകാൻ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ല മകനായി പടച്ചറബ് പറഞ്ഞതുപോലെ ജീവിക്കാൻ എന്ത് ചെയ്തു നമ്മൾ? ഈ 3 ചോദ്യം ഈ ഹിജ്റയുടെ ത്യാഗത്തിന്റെ ചരിത്രത്തെ ആവർത്തിച്ചു കേൾക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിച്ച് ഉത്തരം കാണേണ്ടതാണ്. സഹോദരങ്ങളെ, നിലപാടുണ്ടാകണം. നമുക്ക് സത്യം ബോധ്യപ്പെടണം. ഈ പറയണതും കേൾക്കുന്നതും ഒക്കെ വെറുതെയാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇതൊക്കെ വരാനുള്ളതാണ് പരലോകമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അധ്വാനിച്ചതേ നമുക്കുണ്ടാകൂ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മളൊക്കെ അംഗമായ ഒരു ഗ്രൂപ്പിൽ നിന്ന്, ഇതിലെ പല ആളുകളും അംഗമായ, നമ്മളുടെ ദഅവ നടക്കുന്ന, ചർച്ച നടക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാളുടെ റിമൂവ് ചെയ്തു. ഒരുപക്ഷെ ആ ഗ്രൂപ്പിൽ അംഗങ്ങളിൽ നിന്ന് ആദ്യമായി മരണപ്പെട്ടു പോയ വ്യക്തി അദ്ദേഹമാണ്, നമ്മുടെ മുസ്തഫക്ക. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഇതൊക്കെ വരാനുള്ളതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇന്ന് നമ്മളൊരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ആ യാത്ര നമുക്കൊക്കെയുള്ളതാണ്. അവിടെ മിസ്അബും അമ്മാറും യാസിറും ബിലാലും റളിയല്ലാഹു അൻഹും അജ്മഈൻ ത്യാഗത്തിന്റെ പരിശ്രമങ്ങളുടെ കണക്ക് പറയുമ്പോ, പടച്ചോനെ, എല്ലാരും ആ പൊടിയെടുത്ത് ചുണ്ടിൽ വെച്ച പാത്തി ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനെങ്കിലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവൻ കൊടുത്ത മനുഷ്യർ കണക്ക് പറയുന്നിടത്ത് ഒരു 10 മിനിറ്റ് നേരത്തെ ഞാൻ പള്ളിയിലെത്തി എന്ന കണക്ക് പറയാനെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? നമുക്ക് 168 മണിക്കൂറുള്ള ഒരാഴ്ചയിൽ അള്ളാഹുവെ നിന്റെ ഒരായത്ത് പഠിക്കാൻ അരമണിക്കൂർ ഞാൻ നിന്റെ ദീനിന്റെ സദസ്സിലിരുന്നു എന്ന കണക്ക് പറയാനുണ്ടോ നമുക്ക്? എന്താ സഹോദരങ്ങളെ പറയാ? ഉമയ്യത്തിന്റെ പീഡനങ്ങളുടെ കണക്ക് ബിലാൽ റളിയല്ലാഹുവിനെ എണ്ണിപ്പറയുന്നിടത്ത് എനിക്കും നിങ്ങൾക്കും എന്തു പറയാനുണ്ടാകും? അതുകൊണ്ട് ചരിത്രം കേട്ടുപോകാനുള്ളതല്ല, ആവേശം കൊള്ളാനുള്ളതല്ല, ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ചരിത്രം വായിക്കാനുള്ളതല്ല, ചരിത്രം പഠിക്കാനുള്ളതാണ്. പഠിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ പവിത്രമായ മുഹറം മാസത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാൻ. റമളാനിലെ നിർബന്ധ നോമ്പ് കഴിഞ്ഞാൽ വിശ്വാസികൾ എടുക്കുന്ന നോമ്പിലെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസമായ മുഹറം മാസത്തിലാണ്. എല്ലാ മാസവും അള്ളാന്റെതാണ്. പക്ഷെ അള്ളാഹു ഒരു കാര്യത്തെ തന്നിലേക്ക് ചേർത്തു പറഞ്ഞാൽ അതിന് പ്രത്യേകതയും ശ്രേഷ്ഠതയും ഉണ്ടാകും. എല്ലാ മനുഷ്യരും അള്ളാന്റെ അടിമകളാണ്. പക്ഷെ അള്ളാഹു നന്മയുള്ള ചില മനുഷ്യരെ കുറിച്ച് പറഞ്ഞില്ലേ, ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ അടിമകൾ, അവർ ശ്രേഷ്ഠതയുള്ള ആളുകളാണ്. എന്ന പോലെ എല്ലാ മാസവും അള്ളാന്റെതാണ്. പക്ഷെ മുഹറത്തെ അള്ളാഹു പഠിപ്പിച്ചത് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസമായ മുഹറം മാസം എന്നാണ്. അതുകൊണ്ട് ആ മാസം ശ്രേഷ്ഠമാണ്. അതിലെ നോമ്പാണ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്. മാത്രമല്ല അതിന്റെ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വസിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബല. ആശൂറ നോമ്പ് കൊണ്ട് കിട്ടുന്ന പ്രതിഫലം കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നതാണ്. അതുകൊണ്ട് ആ നോമ്പെടുക്കാൻ, ആശൂറയിലെ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു. 10 നോമ്പ്, 9 നോമ്പ് വരുന്ന വർഷം ഞാനത് എടുക്കുമെന്ന് വാക്കാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അതിനു മുൻപ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോവുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് 9 നോമ്പും പ്രവാചകന്റെ വാക്കിനാലുള്ള സുന്നത്താണ്. നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ 6-ാം തീയതി ദുൽഹിജ്ജ 29 അന്ന് ചന്ദ്രപ്പിറവി ഇല്ലാത്തത് കൊണ്ട് തന്നെ ജൂലൈ 7 ദുൽഹിജ്ജ 30 നമ്മൾ കണക്കാക്കുകയും ജൂലൈ 8
മുഹറം 1 നമ്മൾ കണക്കാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 16 ചൊവ്വ മുഹറം 9, ജൂലൈ 17 ബുധൻ മുഹറം 10 ആ ദിവസങ്ങളിൽ ആ നോമ്പെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ നന്മയിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുക, എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഇവിടെ സംഗമിച്ചവരും അല്ലാത്തവരുമായ നമ്മുടെ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും അള്ളാഹു പരിപൂർണാർത്ഥത്തിലുള്ള ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തേകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ എല്ലാം ഖബറിടങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മോചനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാക അഅദാഅദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.